നാഗകാളി വെള്ളാട്ടിന് ശേഷം അങ്ങനെക്കുന്ന് ഭഗവതിക്കാവിലെ എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ ശരണം, ദേവി ശരണം. 12 മണിക്ക് ഭദ്രകാളിയുടെ തിറയോട് കൂടി മഹാഗുരുതി ക്ഷേത്ര മുറ്റത്ത് നടക്കുന്നു. ഹലോ എവ്രിവൺ, എല്ലാവർക്കും പാർട്ട് 1 വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നേ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇഷ്ടമില്ലാത്ത ആരുമില്ല. അപ്പം ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ട് നമ്മുടെ വൈകുന്നേരം കുറച്ച് തിറകളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് വന്നത്. ഇപ്പോൾ ഒരു സമയം 6:30 ആയിട്ടുണ്ട്. അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. അമ്പലത്തിൽ വന്ന പാടെ തൊഴുതെല്ലാം കഴിഞ്ഞപ്പോൾ നേരെ ചമയത്തിൻ്റെ റൂമിലേക്കാണ് പോയത്. ഇറക്കി വേണ്ടി ഒരുക്കുന്ന ചമയങ്ങളും ഒരുക്കങ്ങളും കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പൊ ഉറപ്പിച്ച് കിട്ടുക. ഇതൊക്കെ എൻ്റെ അച്ഛനും അമ്മയും ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് അവർക്ക് ഇതെല്ലാം കൗതുകമായിരുന്നു. കുറേ നേരം അച്ഛനും അമ്മയും കൂടെ ഇരുന്ന് നോക്കിയിരുന്നു. അവിടെ എല്ലാവരും ഭഗവതിത്തറയുടെ ചമയത്തിൻ്റെ തിരക്കിലായിരുന്നേ. കുറച്ചു നേരം അതൊക്കെ നോക്കി നിന്നിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ കാവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പൂക്കുട്ടി കരിക്കുട്ടി തിറയാണേ. പൂക്കുട്ടിയുടെ വസ്ത്രധാരണത്തിൽ ചുവപ്പും കരിക്കുട്ടിയുടെ വസ്ത്രധാരണത്തിൽ കൂടുതൽ കറുപ്പുമാണുള്ളത്. പൂക്കുട്ടിയുടെയും കരിക്കുട്ടിയുടെയും തിറ ഞാൻ ചാനലിൽ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ കാവിലേക്ക് വരവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാവിലെ മെയിൻ ആയിട്ടുള്ള കോമരാണ് ഇളകിക്കൊണ്ടിരിക്കുന്നത്, അതും ഭഗവതി ആയിട്ട് തന്നെ. കഴുത്തിൽ മുല്ലപ്പൂവും കഴുങ്ങിന്റെ പൂക്കുലയാണ് മാലയായിട്ട് ധരിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ചമയമുറിയിൽ വെച്ച് കണ്ട ഭഗവതിത്തിറയാണ് വരവോടുകൂടെ എഴുന്നള്ളി വരുന്നത്. ഇനിയിപ്പോൾ ഭഗവതിത്തിറയാണ് നടക്കാൻ പോകുന്നത്. ഭഗവതിത്തിറയുടെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് പോയി കാണണേ. താലപ്പൊലിയോടുകൂടി വരുന്ന ചില ചേച്ചിമാർക്ക് കോമരം ഇളകുന്നുണ്ട്. അത് ഇവിടുത്തെ വേറൊരു പ്രത്യേകത തന്നെയാണ്. സ്ത്രീകൾക്കും കോമരം ഇളകുന്നുണ്ട്. താലപ്പൊലിയുടെ കൂടെ വന്ന ഭഗവതിത്തിറ ഇപ്പോൾ കാവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഉത്സവ ദിവസത്തിൽ നടന്ന 3 തിറയോളം ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ഒന്ന് പോയി കാണണം കേട്ടോ. ഭഗവതിത്തിറയ്ക്ക് ശേഷം നാഗകാളി വെള്ളാട്ടാണ്. നാഗകാളി വെള്ളാട്ടിൽ കോഴിമുട്ട പച്ചയോടുകൂടെ കഴിക്കുന്ന ഓരോ ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കാണണേ.
അതിനുശേഷം പിന്നാലെ നാഗകാളി വെള്ളാട്ടായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം കണ്ടിരുന്നു. കാവിലെ ഓരോരോ ചടങ്ങുകൾ കണ്ടിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പൊ ഏകദേശം 12 മണി കഴിഞ്ഞു. വീട്ടിൽ അമ്മമ്മ ഒറ്റയ്ക്കായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധിക നേരം നിന്നില്ല. നാഗകാളി വെള്ളാട്ട് കഴിയുന്നതോടുകൂടെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. സൈനിങ് ഓഫ്.